ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഇന്നത്തെ ധ്യാനത്തിനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന തിരുവചനം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ഈ വാക്യം വളരെ വലിയൊരു സത്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും. എന്നാൽ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആദാം തൻ്റെ മകനെ ജനിപ്പിക്കുന്നത് തൻ്റെ രൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും. എന്താണ് ഇതിനിടയ്ക്ക് സംഭവിച്ചതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഏദൻ തോട്ടത്തിൽ ആദാം പാപം ചെയ്തതിൻ്റെ അനന്തരഫലമായിട്ട് ജീവിതത്തിൽ ആദ്യമായി പാപം കടന്നു വരികയാണ്. ഈ പാപത്താലാണ് തലമുറകൾ പിന്നെ ജനിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിലും ഈ വചനം കേൾക്കുന്ന ഈ നിമിഷം വരെയും ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ആ ഒരു പാപത്തിന്റെ സ്വാധീനത്തിലാണ് ജനിച്ചു വരുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന് മനുഷ്യരോടുള്ള പ്രത്യാശയും ഒട്ടും കുറഞ്ഞിട്ടില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശേത്ത് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ജനിച്ചത് തന്നെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു തുടർച്ചയായിരുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. ആദാമിന്റെ മക്കളായ കയീന്റെയും ഹാബേലിന്റെയും കഥ നമുക്കെല്ലാവർക്കും അറിയാം. കയീൻ പാപം ചെയ്തു, അതിന്റെ ഫലമായിട്ട് ഹാബേൽ മരിക്കുകയാണ്. മനുഷ്യന്റെ കണ്ണിൽ എല്ലാം നഷ്ടമായി, എല്ലാം അസ്തമിച്ച ഒരവസ്ഥ. പക്ഷെ ദൈവം ശേത്ത് എന്ന് പറയുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുകയാണ്. അതിലൂടെ ഒരു പുതിയൊരു തുടക്കത്തെ ദൈവം സൃഷ്ടിക്കുകയാണ്. മനുഷ്യന് ഒരു പക്ഷേ പരാജയം സംഭവിച്ചിരിക്കാം. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടഭാരത്താലും വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക മേഖലകളിലും ഒരു പരാജയം പലപ്പോഴും സംഭവിച്ചിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഒരിക്കലും പരാജയപ്പെടുന്നതല്ല. മനുഷ്യന്റെ പദ്ധതികൾ പരാജയപ്പെടും, എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയോ ഒരിക്കലും പരാജയപ്പെടുന്നതല്ല. അതുകൊണ്ടാണ് ദൈവം ആ തുടർച്ചയായിട്ടുള്ള പദ്ധതിയുടെ ഫലമായിട്ട് ശേത്ത് എന്ന് പറയുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ബന്ധം? നമുക്കറിയാം, പലപ്പോഴും നാം പറയാറുള്ള കാര്യമുണ്ട്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയാണ്, എനിക്കിതിൽ നിന്ന് മാറുവാൻ കഴിയുകയില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയേ പോകൂ എന്നൊക്കെ നാം പലപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ട് വേദനപ്പെട്ടുകൊണ്ട് പറയുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ദൈവം അതല്ല പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പറയുന്നത്, പാരമ്പര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ നന്നായി ബാധിച്ചിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം അതിൽ നിന്നൊരു മാറ്റത്തിന്റെ അനുഭവം കൊണ്ടുവരും. ശേത്തിനെ പോലെ പുതിയൊരു തലമുറ ജനിച്ചതുപോലെ, ദൈവത്തോട് ചേർന്ന ഒരു തലമുറ ജനിച്ചതുപോലെ. നമുക്കറിയാം, ശേത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ശേത്തിന്റെ കാലത്താണ് ദൈവത്തോടുള്ള ആരാധന തുടങ്ങുന്നത്. ദൈവത്തോടുള്ള ആരാധന തുടങ്ങുന്നത് ശേത്ത് ജനിക്കുമ്പോഴാണ്. അതുപോലൊരു തുടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. ഒരു കുടുംബത്തിൽ പാരമ്പര്യമായി എപ്പോഴും കലഹം നിറഞ്ഞിരിക്കുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരു വ്യക്തി ദൈവത്തെ അന്വേഷിച്ചിറങ്ങുമ്പോൾ ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ആ കുടുംബത്തിൽ പുതിയ തലമുറകൾ ഉരുവാകും. ആ കുടുംബത്തിൽ പുതിയ വഴികൾ തുറക്കും. ശേത്തിന്റെ അനുഭവം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കയീനും ഹാബേലും നഷ്ടപ്പെട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ പരാജയത്തിന്റെ അവസ്ഥകൾ നിറഞ്ഞു നിന്നപ്പോൾ ശേത്ത് എന്ന പുതിയൊരു തലമുറ ഉരുവാകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 26-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ നാമത്തിലുള്ള ആരാധന അപ്പോഴാണ് തുടങ്ങിയത്. ശേത്തിന്റെ കാലത്തിലാണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയത്. ഒരു ദൈവഭക്തിയോടുള്ള, ഒരു സ്നേഹമായിട്ടുള്ള ഒരു പുതിയൊരു തലമുറ ഉരുവാകുവാനായിട്ട് തുടങ്ങും. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില പാരമ്പര്യങ്ങൾ നമ്മെ തുടർന്നുകൊണ്ടേയിരിക്കും. പാരമ്പര്യമായുള്ള കലഹം,
പാരമ്പര്യമായിട്ടുള്ള ശത്രുത, ഇങ്ങനെ പാരമ്പര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങൾ നമ്മെ ഭരിക്കേണ്ടുന്ന ആവശ്യമില്ല. ദൈവത്തിന്റെ കൃപ നിനക്ക് ലഭിക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി മാറും, ഒരു പുതിയ തുടക്കമായി മാറും. ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഒന്ന് ശോധന ചെയ്യണം. നീ ആരുടെ സാദൃശ്യത്തിലാണ്? ആ പഴയ മനുഷ്യന്റെ സാദൃശ്യത്തിലാണോ, അതോ ദൈവം നിനക്കായി ഒരുക്കുന്ന ആ പുതിയ മനുഷ്യന്റെ സാദൃശ്യത്തിലാണോ? നാം അത് ചിന്തിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ ഇന്നു മുതൽ എപ്രകാരമായിരിക്കണം? എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പാരമ്പര്യങ്ങളും തകരട്ടെ. ക്ഷേത്തിനെ പോലെ ഒരു പുതിയൊരു തുടക്കം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്ന ഒരു തലമുറ എൻ്റെ ജീവിതത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. അതിനായി പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.